ഹായ് മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കെമിസ്ട്രിയിലെ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററായ തെർമോഡൈനാമിക്സിൽ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് മക്കളെ. ഹെസ്സസ് ലോയും അതുപോലെ തന്നെ അതിൻ്റെ അപ്ലിക്കേഷനായ ബോൺ ഹേബർ സൈക്കിളും. ഏതാ? ഹെസ്സസ് ലോയും അതിൻ്റെ അപ്ലിക്കേഷനായ ബോൺ ഹേബർ സൈക്കിളും നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ആ ടോപ്പിക് എങ്ങനെ നമ്മൾ ഈസി ആയിട്ട് പഠിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹെസ്സസ് ലോ എന്താണ്, അതിൻ്റെ അപ്ലിക്കേഷനായ ബോൺ ഹേബർ സൈക്കിൾ നിങ്ങൾ എങ്ങനെയാണ് വരക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ പോകുന്നത്. നോക്കട്ടെ മക്കളെ, എന്താ ഹെസ്സസ് ലോ എന്ന് പറഞ്ഞാൽ? എടാ, ഇത്ര മാത്രം പഠിച്ചാൽ മതി. ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടന്നാലും അതുപോലെ തന്നെ സെവറൽ സ്റ്റെപ്പിൽ നടന്നാലും അതിൻ്റെ ടോട്ടൽ എൻതാൽപ്പി സെയിം ആയിരിക്കും എന്നുള്ളതാ. എന്താ ഹെസ്സസ് ലോ പറയുന്നത്? ഒരു റിയാക്ഷൻ സിംഗിൾ സ്റ്റെപ്പിൽ നടന്നു കഴിഞ്ഞാലും അല്ല അത് ഒരുപാട് സ്റ്റെപ്പിൽ നടന്നു കഴിഞ്ഞാലും അതിൻ്റെ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് സെയിം ആണ് എന്നാണ് മക്കളെ ഹെസ്സസ് ലോ പറയുന്നത്. എന്താ പറയുന്നത്? ദ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ ഫിസിക്കൽ ഓർ കെമിക്കൽ പ്രോസസ് ഈസ് സെയിം വെദർ ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ് ഓർ സെവറൽ സ്റ്റെപ്പ്. ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടന്നാലും മൾട്ടിപ്പിൾ സ്റ്റെപ്പിൽ നടന്നാലും അതിൻ്റെ ടോട്ടൽ എൻതാൽപ്പി എന്താണ് മക്കളെ? സെയിം ആണ് എന്നുള്ളതാ പറയുന്നത്. എടാ നോക്ക്, ഒരു റിയാക്ഷൻ എ എന്ന് പറയുന്ന ആള് ബി ആയിട്ട് മാറി ഒരു സ്റ്റെപ്പിൽ നടക്കുകയാണെങ്കിൽ അതിൻ്റെ എൻതാൽപ്പി ΔH. ഇനി അല്ല എ സി ആയി അപ്പോൾ ΔH1, സി ഡി ആയി അപ്പോൾ ΔH2, ഡി ബി ആവുകയാണെങ്കിൽ ΔH3. അക്കോർഡിംഗ് ടു ഹെസ്സസ് ലോ എന്താടാ? ഒരു സ്റ്റെപ്പിൽ നടന്നത് ΔH ആണ്. അതെന്തിന് ഈക്വലാ? ΔH1 പ്ലസ് ΔH2 പ്ലസ് ΔH3ക്ക് ഈക്വലാ. അതായത് ഒരുപാട് സ്റ്റെപ്പിൽ നടന്ന എൻതാൽപ്പിയും ഒരു സ്റ്റെപ്പിൽ നടന്ന എൻതാൽപ്പിയും സെയിം ആണ് എന്ന് പറയുന്ന ലോന്റെ പേരാടാ ഹെസ്സസ് ലോ. അല്ലെങ്കിൽ ഫുൾ പേര് ഇങ്ങനെയാ, ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ എന്ന. ഓക്കെ ആണല്ലോടാ? ഓക്കെയാണ്. ഈ ഹെസ്സസ് ലോന്റെ ഒരു അപ്ലിക്കേഷനാണ് ബോൺ ഹേബർ സൈക്കിൾ എന്ന് പറയുന്നത്. എന്താടാ ബോൺ ഹേബർ സൈക്കിൾ? നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ബോൺ ഹേബർ സൈക്കിൾ ആരുതാന്നറിയോ? ബോൺ ഹേബർ സൈക്കിള് നിങ്ങളോട് ആകെ ചോദിക്കുക NaClന്റെ ബോൺ ഹേബർ സൈക്കിളാ, സോഡിയം ക്ലോറൈഡിന്റെ ബോൺ ഹേബർ സൈക്കിളാ നിങ്ങളോട് ചോദിക്കുക. എന്താ സോഡിയം ക്ലോറൈഡിന്റെ ബോൺ ഹേബർ സൈക്കിൾ? അല്ലെങ്കിൽ എന്താ ബോൺ ഹേബർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ അപ്ലിക്കേഷൻ ഓഫ് ഹെസ്സസ് ലോയാ. ഹെസ്സസ് ലോയുടെ അപ്ലിക്കേഷൻ ആണ് ബോൺ ഹേബർ സൈക്കിള്. ആ ബോൺ ഹേബർ സൈക്കിളിൽ നിങ്ങളോട് എക്സാമിന് ചോദിക്കുക മക്കളെ NaClന്റെ സോഡിയം ക്ലോറൈഡിന്റെ ബോൺ ഹേബർ സൈക്കിൾ വരക്കാനാ. എങ്ങനെയാടാ വരക്കുക എന്നുള്ളത് സാറ് നീറ്റായിട്ട് പഠിപ്പിച്ചുതരാം. കണ്ടോ, ശ്രദ്ധിച്ചോ. ആദ്യം ഞാൻ സോഡിയം എടുത്തു, അതൊരു സോളിഡാണ്. അതിലോട്ട് ക്ലോറിൻ, എത്ര ക്ലോറിൻ ആണെന്നറിയോ? ഹാഫ് ക്ലോറിൻ, ഹാഫ് Cl2 എടുത്തു, ഹാഫ് ക്ലോറിൻ എടുത്തു. അപ്പം എനിക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്കറിയാം. എനിക്ക് കിട്ടുന്ന ആളാണ് മക്കളെ അത് NaCl. ആരെ കിട്ടുക? NaCl എനിക്ക് കിട്ടുക. ഇനി ഈ ക്ലോറിൻ ഗ്യാസാണ്, NaCl സോളിഡാണ്. എടാ ഒരു സ്റ്റെപ്പിൽ ഞാൻ NaCl ഉണ്ടാക്കി. എങ്ങനെ ഞാൻ ഒരു സ്റ്റെപ്പിൽ NaCl ഉണ്ടാക്കിയത്? Na പ്ലസ് ഹാഫ് Cl2 ഗീവ്സ് ആരാ? NaCl. ഒരൊറ്റ സ്റ്റെപ്പിലൂടെ ഞാൻ NaCl സോഡിയം ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്തു. ആ സമയത്തുള്ള എൻതാൽപ്പിയാണ് നോക്കടാ. എലമെന്റുകൾ കൂടിയിട്ട് ഒരു കോമ്പൗണ്ട് ഉണ്ടാവുന്ന സമയത്തുള്ള എൻതാൽപ്പിയെ നിങ്ങൾ വിളിക്കുന്ന പേരാണ്, നോക്കണേ, എലമെന്റുകൾ കൂടിയിട്ട് കോമ്പൗണ്ട് ഉണ്ടാകുന്ന ആ സമയത്തുള്ള എൻതാൽപ്പിയെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് മക്കളെ, നോക്ക്, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, ΔHF. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ΔHF, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഇനി എനിക്ക് സെവറൽ സ്റ്റെപ്പിൽ ഉണ്ടാക്കണം. അപ്പം ഞാൻ ആദ്യം ഈ Na സോളിഡിനെ Na ഗ്യാസാക്കി മാറ്റണം. സോളിഡിനെ ഗ്യാസാക്കാൻ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുന്ന എൻതാൽപ്പി എന്ന് പറയുന്നത്, ഒരു സോളിഡ് സ്റ്റേറ്റിലുള്ള ആളെ ഗ്യാസാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുന്ന എൻതാൽപ്പി എന്ന് പറയുന്നത് ആരാന്നറിയോ?
അത് എൻതാൽപ്പി ഓഫ് സബ്ബാണ്. ആരാ ഈ സബ് എന്ന് പറഞ്ഞ? എൻതാൽപ്പി ഓഫ് സബ്ലിമേഷനാ. സോളിഡിനെ ഗ്യാസ് ആക്കുന്ന പ്രോസസ്സിനെ നിങ്ങൾ വിളിക്കുന്ന പേരാ എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ അല്ലെങ്കിൽ സബ്ലിമേഷൻ, എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. ഇനി അവിടെ നിങ്ങൾ ഈ കിട്ടിയ ഗ്യാസ് എന്നെ നിങ്ങൾ Na+ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്, Na+ എപ്പോഴാവുക? ഒരാൾ പോസിറ്റീവ് ചാർജ് ആവണമെങ്കിൽ അയാൾ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യണം. ഇലക്ട്രോണിനെ ഒരാൾ വിട്ടുകൊടുക്കുമ്പോഴാണ് അയാൾ പോസിറ്റീവ് ചാർജ് ഉള്ള ആളായിട്ട് മാറുക. അപ്പൊ Na+ ആയിട്ട് മാറണല്ലോ. Na+ ആയിട്ട് മാറാനുള്ള ആ എൻതാൽപ്പിയെ നീ വിളിക്കുന്ന പേര് ΔHI എന്ന. എന്താ ΔHI എന്ന് പറഞ്ഞാൽ? അത് അയോണൈസേഷൻ എൻതാൽപ്പിയ. ΔHI എന്ന് പറഞ്ഞാൽ അത് അയോണൈസേഷൻ എൻതാൽപ്പിയ. ഒരാൾ ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള എൻതാൽപ്പിയാണ് അയോണൈസേഷൻ എൻതാൽപ്പി. അപ്പൊ എനിക്ക് Na+ കിട്ടി. ഇനി ഇതേപോലെ ക്ലോറിൻ എനിക്ക് മാറ്റണം. എങ്ങനെ മാറ്റുക? പറയടാ, ക്ലോറിൻ എങ്ങനെ മാറ്റുക? ½ Cl2 എനിക്ക് Cl ആക്കി മാറ്റണം. ക്ലോറിൻ്റെ 2 ക്ലോറിൻ ഉള്ളത് 1 ക്ലോറിൻ ആക്കി ബോണ്ട് ബ്രേക്ക് ചെയ്യണം. ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള എൻതാൽപ്പിയുടെ പേര് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, ΔH ബോണ്ട്. ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ ബോണ്ട് എൻതാൽപ്പി. ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ ബോണ്ട് എൻതാൽപ്പി. അപ്പോൾ ഈ ഹാഫ് എന്താ ചെയ്യുക? ഹാഫ് ഇയാളുടെ മുമ്പിൽ എഴുതുക, ½ ഇൻറ്റു ബോണ്ട് എൻതാൽപ്പി. അപ്പോൾ Cl ഗ്യാസ് കിട്ടി. ഈ ക്ലോറിൻ ഗ്യാസിന് ഞാൻ Cl- ആക്കി കൺവേർട്ട് ചെയ്യണം. Cl- ആക്കി കൺവേർട്ട് ചെയ്യണം. എടാ, ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ വാങ്ങിയാൽ അത് Cl- ആവുമല്ലോ. അപ്പൊ ഇലക്ട്രോണിനെ വാങ്ങാനുള്ള എൻതാൽപ്പി ഏതെന്താൽപ്പിയാടാ? ΔHEG. എന്താ പേര്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നാ പേര്. ഇനി Na+ഉം Cl- കൂടി കൂടിയിട്ട് NaCl ഉണ്ടാവുമ്പോൾ ഒരു എൻതാൽപ്പി ഉണ്ട്. ആരാന്നറിയത്? 2 അയോണുകൾ കൂടിയിട്ട് ഒരു അയോണിക് കോമ്പൗണ്ട് ഉണ്ടാവുമ്പോൾ എൻതാൽപ്പിയാണ് ΔH ലാറ്റിസ്. ആരാ ΔH ലാറ്റിസ്? ആടാ, ലാറ്റിസ് എൻതാൽപ്പി കിട്ടും. അതായത് 2 അയോണുകൾ കൂടിയിട്ട് ഒരു അയോണിക് പ്രോഡക്റ്റ് ഉണ്ടാവുമ്പോൾ എൻതാൽപ്പിയുടെ പേരാടാ ലാറ്റിസ് എൻതാൽപ്പി എന്ന. ആ ലാറ്റിസ് എൻതാൽപ്പിയാണ് Na+ഉം Cl- കൂടിയിട്ട് NaCl ഉണ്ടാവുമ്പോൾ എനിക്ക് വേണ്ട എൻതാൽപ്പി. ദിസ് ഈസ് ദ ബോൺ ഹേബർ സൈക്കിൾ ഫോർ NaCl. NaClന്റെ സോഡിയം ക്ലോറൈഡിന്റെ ബോൺ ഹേബർ സൈക്കിൾ പരീക്ഷയ്ക്ക് ഡ്രോ ചെയ്യാൻ പറഞ്ഞാൽ ഇതാണ് മക്കളെ നിങ്ങൾ വരച്ചു വെക്കേണ്ടത്. വളരെ സിമ്പിളാണ്, പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. ഇനി നീ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൽ ഹെസ്സസ് ലോ അപ്ലൈ ചെയ്യാം. നമ്മൾ ഈ ബോൺ ഹേബർ സൈക്കിൾ ഹെസ്സസ് ലോ അപ്ലൈ ചെയ്യുക. എന്താ? ΔHF എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്തിന് ഈക്വലാടാ? ഈ എൻതാൽപ്പികളെല്ലാം കൂടി കൂട്ടിയതിന് ഈക്വലാ. ഫസ്റ്റ് എൻതാൽപ്പി ആരാ? ΔH സബ്ബാണ്, ΔH സബ്ലിമേഷൻ. പ്ലസ് സെക്കൻഡ് ആരാ? ΔH അയോണൈസേഷൻ അല്ലേ? തേർഡ് ആരാ? ½ ഇൻറ്റു ΔH ബോണ്ടാ. ½ ഇൻറ്റു ΔH ബോണ്ടാണ്. ഇനി ഒരാളും കൂടി ഉണ്ടല്ലോ, അതാരടാ? ½ ഇൻറ്റു ΔH ബോണ്ട് കഴിഞ്ഞാൽ ΔHEG. ഒരൊറ്റ ആളും കൂടി ഉണ്ട്, അതാരാ? ΔH ലാറ്റിസ് ആണ്. ഇതെല്ലാം കൂടി കൂട്ടിയാൽ നിന്റെ എന്തിന് ഈക്വലാ മോനെ? അത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഈക്വലാ. ഇനി നിങ്ങളോട് എക്സാമിന് ചോദിക്കുക, ഈ ഇക്വേഷനിൽ നിന്നും എൻതാൽപ്പി ഓഫ് ലാറ്റിസ് അല്ലെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പി കാണാൻ പറയും. അപ്പം നിങ്ങൾ ലാറ്റിസ് എൻതാൽപ്പിയെ മാത്രം ആ സൈഡിൽ നിർത്തുക. ΔH ലാറ്റിസിനെ മാത്രം ആ സൈഡിൽ നിർത്തുക. ബാക്കിയുള്ള കംപ്ലീറ്റ് ആളുകളെയും നീ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പം എന്താ സംഭവിക്കുക? ഇവിടെ പ്ലസ് ഉള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആവും. ΔH ഫോർമേഷൻ മൈനസ് ഇതെല്ലാം കൂടി ഇങ്ങോട്ട് കൊണ്ടുവരിക. ΔH സബ്ലിമേഷൻ, ΔH അയോണൈസേഷൻ, ½ ഇൻറ്റു ΔH ബോണ്ട് പ്ലസ് ΔHEG. ഇതാണ് നിങ്ങളുടെ ലാറ്റിസ് എൻതാൽപ്പി കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ബോൺ ഹേബർ സൈക്കിൾ വരച്ചിട്ട് ലാറ്റിസ് എൻതാൽപ്പി കണ്ടെത്താനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ വേണം മക്കളെ നിങ്ങൾ ചെയ്യാൻ. ദാറ്റ്സ് ഓൾ അബൌട്ട് ഹെസ്സസ് ലോ ആൻഡ് ബോൺ ഹേബർ സൈക്കിൾ. എടാ, പബ്ലിക് എക്സാമിന് നിങ്ങളുടെ എക്സാം പേപ്പറിൽ കാണാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാ ഈ ഹെസ്സസ് ലോയും. അത് വെച്ച് NaClന്റെ ബോൺ ഹേബർ സൈക്കിൾ വരച്ചിട്ട് അവിടെ നിന്ന് ലാറ്റിസ് എൻതാൽപ്പി കാണാൻ വേണ്ടി ചോദിക്കും. മക്കളെ, നിങ്ങൾ പഠിച്ചു വെക്കണം.
വളരെ പ്രധാനപ്പെട്ട അടിപൊളിയായ ഒരു ടോപ്പിക്കാണ് ബോൺ ഹേബർ സൈക്കിളും അതുപോലെ തന്നെ നിങ്ങളുടെ ഹെസ്സസ് ലോയും.